നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പല സ്വഭാവങ്ങളും അതുപോലെ തന്നെ പല രോഗങ്ങളും നമുക്ക് പാരമ്പര്യമായി അല്ലെങ്കിൽ ജനിതകമായ ഫാക്ടേഴ്സ് മൂലമാണ് നമുക്ക് പ്രധാനമായും ഉണ്ടാകുന്നതെന്ന്. എന്നാൽ പഠനങ്ങൾ കാണിക്കുന്നത് അതിനേക്കാൾ പ്രധാനമായ മറ്റു പല ഫാക്ടേഴ്സും ഇതിന്റെ പിന്നിലുണ്ടെന്നാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു ഏരിയ തന്നെയുണ്ട്, എപ്പിജെനറ്റിക്സ്. നമ്മൾ എന്ത് ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നുവോ അതിന് തതുല്യമായ ഒരു കെമിസ്ട്രിയിലേക്ക് നമ്മുടെ തലച്ചോറ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, മാറ്റുന്നു. എന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ ചിത്രമാണെങ്കിൽ എന്റെ തലച്ചോറ് രക്തത്തിലേക്ക് ഡോപ്പമിനും ഓക്സിറ്റോസിനും മറ്റും റിലീസ് ചെയ്യുന്നു. ഇതുമൂലം നമ്മളിൽ സന്തോഷവും മറ്റുള്ളവരുമായി നല്ല ബോണ്ടിങ് എല്ലാം ഉണ്ടാക്കുവാൻ, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ കാരണമാകുന്നു. ഓക്സിറ്റോസിൻ നമ്മുടെ ഊർജ്ജസ്വലത, വൈറ്റാലിറ്റി വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പ്രണയത്തിലാകുന്നവർ കൂടുതൽ ഹെൽത്തി ആകുന്നതും അതുപോലെ അവരുടെ മുഖത്ത് ഒരു ഗ്ലോ, ഒരു പ്രകാശമുള്ളതായി തോന്നുന്നതും. ഇതുപോലെ തന്നെയാണ് നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നാൽ സംഭവിക്കുന്നതും. എന്നെ ഭയപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നതെങ്കിൽ അത് സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യാനും ഇമ്മ്യൂൺ സിസ്റ്റത്തെ, ശരീരത്തിന്റെ പ്രതിരോധന പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന ഒരു കെമിസ്ട്രി രക്തത്തിൽ ഉണ്ടാകുവാനാണ് കാരണമാകുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ പല സ്വഭാവങ്ങളും അതുപോലെ പല രോഗങ്ങളും പാരമ്പര്യമായ ജനിതകമായ ഫാക്ടേഴ്സിനേക്കാൾ ഉപരിയായി നമ്മുടെ ചിന്തകളാണ്. ചിന്തകളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ചുറ്റുപാടുകളാണ് കാരണമാകുന്നത് എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരഞ്ഞെടുക്കാം.